ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നോക്കിയ 105 RM908 ഇതിൻ്റെ കോണ്ടാക്റ്റ് സർവീസ് പ്രോബ്ലത്തെക്കുറിച്ചാണ്. ഇതിന് സാധാരണയായിട്ട് കോണ്ടാക്റ്റ് സർവീസ് വരുന്നത് 3-4 കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ അതിലേതാണ് നിങ്ങളുടെ പ്രശ്നം എന്നറിയണമെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ ശ്രദ്ധിച്ച് കാണുക നിങ്ങൾ. അപ്പോൾ നമുക്ക് ഫോണൊന്ന് അഴിക്കാം. ഫോൺ അഴിച്ചേച്ച് ഇങ്ങനെയൊക്കെ ഡസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ കൊണ്ടൊക്കെ ഈ കോണ്ടാക്റ്റ് സർവീസ് എവിടെയെങ്കിലും ഷോർട്ടായിട്ടിരുന്ന് കഴിഞ്ഞാലൊക്കെ കോണ്ടാക്റ്റ് സർവീസ് വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൽ ഒറിജിനൽ ഡിസ്പ്ലേ ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇച്ചിരി ഫ്ലെക്സ് ഇടുക ഈ ഡിസ്പ്ലേയുടെ കണക്ടറിൻ്റെ മുകളിൽ. എന്നിട്ട് ബ്ലോവർ വെച്ച് ശരിക്ക് ഹീറ്റ് ചെയ്യുക. അധികം ഹീറ്റാക്കരുത്, ഒരു മീഡിയം കണക്കിന് ഹീറ്റാക്കുക. ഇത് പറഞ്ഞു പോകരുത്, എന്നാൽ സോൾഡറെല്ലാം ഒന്ന് ചൊവ്വിന് പിടിക്കാൻ പോലെ ഒന്ന് ഹീറ്റാക്കുക. ഹീറ്റാക്കി വെച്ച് ആ ഫ്ലെക്സ് ക്ലീൻ ചെയ്യുക. തിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മിക്കവാറും കേസുകളിൽ ഇത് LCDയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് വരാം. LCDയുടെ ട്രാക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വരാം. LCDയുടെ ട്രാക്ക് നേരെ ഇപ്പുറത്തെ സൈഡിലാണ്, ഇവിടെയാണ് ട്രാക്ക് കയറുന്നത്. ഈ ട്രാക്ക് ഏതെങ്കിലും കറക്റ്റ് അല്ലെങ്കിൽ വരാം. ഇതിൻ്റെ കണക്ഷൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഇതുകൊണ്ട് ഈ പിന്നെ LCDയുടെ ഇപ്പുറത്തെ സൈഡിൽ പ്രിൻ്റ് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ട് വരാം. അപ്പോൾ LCD മാറ്റിയ ഫോണുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, LCD ഒറിജിനൽ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന മാർക്കറ്റിൽ വരുന്ന പല LCDകളും നമ്മൾ LCD മാറാനായിട്ട് ഫോൺ അഴിച്ച് LCD മാറ്റി കഴിയുമ്പോൾ കോണ്ടാക്റ്റ് സർവീസ് കാണിക്കുന്ന കേസുകളുണ്ട്. അത് LCD തന്നെ ആണ് പ്രശ്നം. നിങ്ങൾ വേറെ ഒരു LCD ഇടുക. വേറെ ആ ക്വാളിറ്റി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കോണ്ടാക്റ്റ് സർവീസേ കാണിക്കുകയുള്ളൂ. LCDയുടെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊള്ളുക. ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കേസ്, HWKയിലൊക്കെയാണ്, IFSL ആണെങ്കിൽ നമുക്ക് സെൽഫ് ടെസ്റ്റ് അടിച്ച് നോക്കിയാൽ LCD അൺനോൺ എന്ന് കാണിക്കുന്നുണ്ടെന്നൊരിൽ നിങ്ങൾ ഈ LCD ഒന്ന് മാറ്റുക. അപ്പോൾ അങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ കമ്പ്യൂട്ടറെ കണക്ട് ചെയ്ത് നോക്കി വെച്ച് LCD ഇല്ലെന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ LCD വേറെ ഒരെണ്ണം ഇട്ട് നോക്കാവുന്നതാണ്. ഒറിജിനൽ ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മുക്കാൽ പങ്കും കേസെല്ലാം സോൾവ് ആകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ ട്രാക്കിലാണ്. ട്രാക്കിലുള്ള കണക്ഷൻസ് എല്ലാം കറക്റ്റാണോ എന്നും നിങ്ങൾ ഇതിൻ്റെ കപ്പാസിറ്ററുകളോ വല്ലതും ലീക്ക് ഉണ്ടോ എന്നും നോക്കണം. ഈ കപ്പാസിറ്റർ ലീക്കായി കഴിഞ്ഞാൽ സെയിം ഷോർട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റ് സർവീസ് കാണിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഫ്ലാഷ് ചെയ്ത് നോക്കുക. ഫ്ലാഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കേസുകളിൽ കോണ്ടാക്റ്റ് സർവീസ് റെഡിയാവുന്നുണ്ട്. പിന്നെ ചെയ്യാവുന്ന കാര്യം ഫ്ലാഷ് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ CPU ഒന്ന് റീഹോട്ടാക്കുക. ശരിക്കും ഫ്ലെക്സ് ഇടുക. ഫ്ലെക്സ് ഇട്ടേച്ച് അതിൻ്റെ കണക്കിന് ചൂട് വെച്ചേച്ച് അടിയിലത്തെ ലെഗുകളെല്ലാം ഒന്ന് ഡ്രൈ സോൾഡർ ആകാൻ പോലെ അനക്കി, അധികം അനക്കാൻ പോകണ്ട, ഒന്ന് ഡ്രൈ സോൾഡർ ആകണം. ആ രീതിയിൽ അത് മൊത്തം ഒന്ന് ഫ്ലെക്സ് ഇട്ട് ഹീറ്റാക്കി ഡ്രൈ സോൾഡർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കോണ്ടാക്റ്റ് സർവീസിന് നമുക്ക് ഈ ഫോണിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് സർവീസ് മാറി ഇതുപോലെ ഓണാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.